പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സംസർഗവും നിങ്ങളോട് കൂടെ കരുണയുള്ള ദൈവമേ കനിവ് തോന്നണമേ പാപിയാണെങ്കിലും അലിവ് തോന്നണമേ കരുണയുള്ള ദൈവമേ കനിവ് തോന്നണമേ പാപിയാണെങ്കിലും അലിവ് തോന്നണമേ. സർവശക്തനായ ദൈവം കനികെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ
ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സർവ്വമനസ്സുള്ളോർക്ക് ശാന്തിയുമേ ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹിമയ്ക്കിത നന്ദി ചൊല്ലും ദൈവമേ കർത്താവേ വാഴ്ത്തുന്നു സ്വർഗ്ഗരാജനേ. സർവൈകശക്തനാം ദൈവമേ ദൈവത്തിൻ കുഞ്ഞാളേ, ദൈവത്തിൻ സ്വരൂപേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനീയനാമേ, കാരുണ്യം തൂകണമേ ഞങ്ങളിൽ. ലോകത്തിൻ പാവനീയനാമേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവ്വനം ഭാഗത്തിലും നീരും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാമുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താരേകനാം നാഥൻ, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ബലവാനായ ദൈവമേ, നന്മയായ സകലതും അങ്ങയുടേതാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ നാമത്തോടുള്ള സ്നേഹം നിറയ്ക്കണം. ആധ്യാത്മിക വളർച്ചയാൽ നല്ലവയെല്ലാം
ഞങ്ങളിൽ പരിപോഷിപ്പിക്കുവാനും പരിപോഷിപ്പിച്ച ജാഗ്രതയോടെയുള്ള പഠനത്താൽ കാത്തുപാലിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. നിയമപുസ്തകത്തിൽ നിന്ന് മോശെ ജനങ്ങളോട് പറഞ്ഞു, ഇസ്രായേലിൽ നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കിയതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് ഏതെങ്കിലും എടുക്കുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവയനുസരിച്ച് പ്രവർത്തിക്കുകയും എന്തെന്നാൽ മറ്റു ജനപ്രദേശത്തിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകവും ആക്കുന്നതിന് അവർ ഈ കൽപ്പനയെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകമുള്ളവർ തന്നെയെന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സംരക്ഷണമായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന നിയമ സംഹിതയിലെ പോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്. കർത്താവിന്റെ വചനം. പ്രതിപദ സംഗീതം. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? നിഷ്കളങ്കരായി ജീവിക്കുകയും നീതിമാത്രം പ്രവർത്തിക്കുകയും ഹൃദയത്തോട് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയും സ്നേഹിതരെ ദ്രോഹിക്കുകയും അയൽക്കാരനെതിരെ അപവാദപ്പെടുത്തുകയും ചെയ്യാത്തവൻ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? ദുഷ്ടരെ പരിഹസികളായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിർവഹിക്കുകയും ചെയ്യുന്നവൻ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷത്തിനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന്, എൻ്റെ വത്സല സഹോദരനെ, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ കാര്യങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവെന്ന് വരുന്നു. തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടെ തിരുമനസ്സായി. നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുകയും നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മാവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുകയും പിതാവായ ദൈവത്തിന് മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായം നടത്തുക. ലോകത്തിന്റെ കണക്കനൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ സൃഷ്ടികൾ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിന്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടെ തിരുമനസ്സായി. ഹല്ലേലൂയ.
പാദങ്ങൾക്കു ദീപം, ദൈവം നൽകിയ വചനം പാതകളിൽ പ്രകാശം. ദൈവം നൽകിയ വചനം പാദങ്ങൾക്കു ദീപം, ദൈവം നൽകിയ വചനം പാതകളിൽ പ്രകാശം. തിരുവചനം കേൾക്കാം, ഹൃദയഭയം തീർക്കാം, അനുതാപത്തിൻ വഴിയേ നിത്യം നീങ്ങിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈകൾ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൾ കൊണ്ട് ഭക്ഷിക്കുന്നത് എന്ന്. അവൻ പറഞ്ഞു, കപട നാട്യക്കാരായ നിങ്ങളെ കുറിച്ച് യെശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കുവാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവനെയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടം 22-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈശോയുടെ ശിഷ്യന്മാർ കൈകൾ കഴുകാതെ ഭക്ഷണത്തിന് ഇരിക്കുന്നു. ഫരിസേയരും നിയമജ്ഞരും ഈശോയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇവർ ബാഹ്യശുദ്ധി വരുത്താതെ ഇപ്രകാരം പാരമ്പര്യങ്ങൾ ലംഘിച്ചുകൊണ്ട് പെരുമാറുന്നത് എന്തുകൊണ്ട്? ഈശോ അരുളി ചെയ്യുന്നുണ്ട്, ബാഹ്യമായ വിശുദ്ധി ആന്തരികമായ വിശുദ്ധി പോലെ തന്നെ പ്രധാനമുള്ളതാണ്. അതായത്
ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധി ഒരു മനുഷ്യൻ ഒരുപോലെ ജീവിതത്തിൽ കാത്തുപാലിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കൊച്ചുകുട്ടി അവന്റെ ജന്മദിനത്തിന് സമ്മാനങ്ങൾ കിട്ടിയിരിക്കുകയാണ്. മനോഹരമായ ഗിൽറ്റ് പേപ്പറിൽ പൊതിഞ്ഞ സമ്മാനങ്ങൾ നമുക്കൊക്കെ വല്ലപ്പോഴുമൊക്കെ ലഭിക്കുന്നത് പോലെ ഗിൽറ്റ് പേപ്പറിൽ പൊതിഞ്ഞ മനോഹരമായ സമ്മാനങ്ങൾ. കൊച്ചുകുട്ടിയാണ് അവൻ, തിരിച്ചറിവൊന്നും വേണ്ട വിധത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ കുഞ്ഞിന് ആകർഷണം തോന്നുന്നത് ഈ ഗിൽറ്റ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ ഈ പേപ്പറിനുള്ളിലുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങളല്ല, മറിച്ച് ഇവന് ആകർഷണം തോന്നുന്നത് ഈ പല നിറത്തിലുള്ള ഈ വർണ്ണക്കടലാസുകളോടാണ്. അതുകൊണ്ട് ഈ കുഞ്ഞ് ചെയ്യുകയാണ്, ഈ ഗിൽറ്റ് പേപ്പറൊക്കെ എടുത്ത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ട് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ എടുത്ത് വേസ്റ്റ് കൊട്ടയിലേക്ക് എറിയുകയാണ്. കാരണം അവൻ തിരിച്ചറിയുന്നില്ല ഈ ഗിൽറ്റ് പേപ്പറിനേക്കാളും വിലപിടിപ്പുള്ള സമ്മാനം ഇതിന് അകത്തിരിക്കുന്നതാണ് എന്ന് ഈ കുഞ്ഞിന് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവൻ ഈ ഗിൽറ്റ് പേപ്പറെല്ലാം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ട് ഇതിനുള്ള സമ്മാനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് കളയുകയാണ്. പ്രിയമുള്ളവരെ, അച്ഛൻ ഈ ഒരു സംഭവകഥ പറയുവാൻ കാരണം ഇന്നത്തെ സുവിശേഷത്തെയും ഈശോയും പറയുന്നത് ഇങ്ങനെയാണ്: അറിവില്ലായ്മയുടെ പ്രശ്നം, അറിവില്ലായ്മയുടെ ഗുരുതരമായ തെറ്റുകൾ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ എടുത്തു കാണിക്കുകയാണ്. ഏതാണ് കൊള്ളേണ്ടത്, ഏതാണ് തള്ളേണ്ടത് എന്നുള്ള വിവേചന ശക്തിയില്ലാത്ത ചില അപകടങ്ങളെ കുറിച്ച് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ എടുത്തു കാണിക്കുകയാണ്. ഫരിസേയരൊക്കെ മനുഷ്യനിർമ്മിതമായ നിയമങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് ദൈവനിർമ്മിതമായ നിയമങ്ങളെ അങ്ങ് മാറ്റിവെക്കുകയാണ്. അവർ ചിന്തിക്കുകയാണ്, മനുഷ്യനിർമ്മിതമായ നിയമങ്ങളാണ് ഏറ്റവും പ്രാധാന്യം. ദൈവം കൽപ്പിക്കുന്ന കൽപ്പനകളും ദൈവനിർമ്മിതമായ നിയമങ്ങളുമെല്ലാം അതൊക്കെ സൗകര്യപൂർവ്വം അങ്ങ് മാറ്റിവെക്കുകയാണ്. ഇന്നത്തെ മനുഷ്യരുടെ വലിയ അപകടമാണ് പ്രായോഗിക ബുദ്ധി അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ആശയപരമായും സത്യസന്ധമായും ജീവിക്കുന്നതിനേക്കാൾ അപ്പുറമായി നാടോടുമ്പോൾ നടുവേ ഓടുന്ന കണക്കെ പ്രായോഗികമായി ജീവിക്കുന്ന ചുരുക്കം ചില മനുഷ്യർ. അവരൊക്കെ ഈ ഫരിസേയരെ കണക്കെ മനസ്സിൽ അറിഞ്ഞും അറിയാതെയും പറഞ്ഞു വയ്ക്കുന്നത് മനുഷ്യനിർമ്മിതമായ നിയമങ്ങളാണ് പ്രാധാന്യം. ദൈവം കൽപ്പിക്കുന്ന സത്യസന്ധമായ വഴികളല്ല, മനുഷ്യനിർമ്മിതമായ പ്രായോഗിക വഴികളാണ് പ്രാധാന്യം. ഇന്നത്തെ സുവിശേഷത്തിൽ ഫരിസേയർ പറഞ്ഞു വയ്ക്കുകയാണ്, നിങ്ങൾ ബാഹ്യമായ വിശുദ്ധി കൈവരുത്തുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, ഈശോ ഇവർക്ക് തക്കതായ ഉത്തരം നൽകുന്നുണ്ട്. പാത്രങ്ങളുടെയും കോപ്പകളുടെയും പുറം വളരെ മനോഹരമായി നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു, എന്നാൽ ഇവയുടെ അകംഭാഗം അഴുക്കുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതാണ് ഫരിസേയരുടെ ഇപ്പോഴത്തെ അവസ്ഥ. അവർ സ്വയം മുഖം മിനുക്കി തങ്ങൾ നീതിമാന്മാരാണ് എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ അഭിനയിച്ച് നടിച്ചു ജീവിക്കുന്നു. ഇവരെയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ചോദ്യം ചെയ്യുന്നത്. ബാഹ്യമായി ഞങ്ങൾ വളരെ നീതിമാന്മാരാണ്, ബാഹ്യമായി ഞങ്ങൾ വളരെ നന്മയുള്ളവരാണ് എന്ന് അഭിനയിച്ച് ജീവിക്കുന്ന ഫരിസേയർ, പക്ഷേ ആന്തരികമായി അവരുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന പാപത്തെക്കുറിച്ചും കളങ്കത്തെക്കുറിച്ചുമെല്ലാം ഈശോ പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, കോപ്പകളുടെയും പാത്രങ്ങളുടെയും ബാഹ്യമായി വൃത്തി ചെയ്യുന്ന നിങ്ങൾ എന്തുകൊണ്ട് ആന്തരികമായി ഇവ വിശുദ്ധി ചെയ്യാത്തത് എന്ന്. ഒരു മാർപ്പാപ്പ ഇപ്രകാരം എഴുതി വെച്ച് നമ്മളൊക്കെ കാണാറുണ്ട്,
അലക്കുകല്ലിനെ, എല്ലാ തുണിയും അലക്കുന്ന അലക്കുകല്ലിനെ കുറിച്ച് വല്ലപ്പോഴുമൊക്കെ ഈ അലക്കുകല്ലിനെ നമ്മൾ വൃത്തിയാക്കണം. അതല്ലെങ്കിൽ ഈ തുണികളിലൊക്കെ അഴുക്ക് പറ്റി പിടിക്കുന്നത് ഈ അലക്കുകല്ലിൽ നിന്നായിരിക്കും. ഈ തുണികളൊക്കെ വൃത്തിയാക്കുവാനാണ് അലക്കുകല്ല് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ അലക്കുകല്ല് ഇടയ്ക്കൊക്കെ ശുദ്ധി വരുത്തിയില്ല എങ്കിൽ ഉള്ള അഴുക്ക് മുഴുവനും ഈ തുണിയിൽ കയറി പിടിക്കും. പിന്നീട് തുണിയുടെ അഴുക്കുകളായിരിക്കില്ല, അഴുക്കുകല്ലിന്റെ അഴുക്കുകളായിരിക്കും ഈ തുണിയിൽ ചേർന്ന് പിടിക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ പറഞ്ഞു വയ്ക്കുന്നു, ബാഹ്യമായ വിശുദ്ധി പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ ഒട്ടും കുറവില്ലാതെ നമ്മളൊക്കെ ജീവിക്കേണ്ട വിശുദ്ധിയാണ് ആന്തരികമായ വിശുദ്ധി. നിന്റെ മനസ്സ്, നിന്റെ ചിന്തപ്പാട്, നിന്റെ വിചാരങ്ങൾ, നിന്റെ വികാരങ്ങൾ, നിന്റെ സംസാരങ്ങൾ, ഇവയെല്ലാം എപ്രകാരമാണോ അപ്രകാരം തന്നെ നീ ജീവിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ നന്മയാണെങ്കിലും അതല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ളതാണെങ്കിലും അതൊക്കെ കുറച്ച് കാലങ്ങളിലേക്ക് മാത്രമേ മറച്ചു വയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അതൊക്കെ മനുഷ്യർക്കൊക്കെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്ന കാലങ്ങളൊക്കെ കടന്നു വരും. ആയതുകൊണ്ടാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ ആന്തരികമായ വിശുദ്ധി അതിപ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. വീണ്ടും ഈ ഫരിസേയരെ കുറിച്ച് ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ചതുകപ്പ, ജീരകം, തുളസി തുടങ്ങിയ കാര്യങ്ങളുടെയെല്ലാം ദിശാംശം, നികുതി വളരെ കൃത്യമായി കൊടുക്കുവാനായിട്ട് ശ്രദ്ധ ചെലുത്തുന്നവരാണ് ഫരിസേയർ. ചതുകപ്പ, ജീരകം, തുളസി. പ്രിയമുള്ളവരെ, വളരെ കൃത്യമായിട്ട് കറണ്ട് ബില്ലടയ്ക്കും, വളരെ കൃത്യമായിട്ട് വാട്ടർ ബില്ലടയ്ക്കും, വളരെ കൃത്യമായിട്ട് ഗ്യാസിന്റെ ക്യാഷൊക്കെ അടയ്ക്കും. കാര്യം നമുക്കറിയാം, ഇതെല്ലാം കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ഡിസ്കണക്ട് ചെയ്യപ്പെടും, ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. കറണ്ട് ബില്ല് അടച്ചില്ല എങ്കിൽ, വാട്ടർ കണക്ഷൻ ബില്ലടച്ചില്ല എങ്കിൽ അത് നഷ്ടമാകുമെന്നറിയാം. ഗ്യാസിന് കൃത്യമായിട്ട് നൽകിയില്ല എങ്കിൽ അതും നഷ്ടമാകുമെന്ന് നമുക്കറിയാം. ആയതുകൊണ്ട് ഉടനടി ശിക്ഷാവിധി വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഫരിസേയർ ചെയ്യുന്നത് ചതുകപ്പ, ജീരകം, തുളസി തുടങ്ങിയതെല്ലാം വളരെ കൃത്യമായിട്ട് നികുതി കൊടുക്കും. എന്നാൽ കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ചില്ല എങ്കിൽ ഒരു ഭയപ്പാടുമില്ല. കാരണം കർത്താവ് ഉടനടി ബില്ല് അടിച്ചു തരാറില്ല, ഫൈൻ അടിച്ചു തരാറില്ല. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റുകൾ എന്ന് പറയുന്നത്. തമ്പുരാൻ ഉടനടി ശിക്ഷാവിധി നൽകാത്തത് കൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ ഞാൻ പാലിച്ചില്ലെങ്കിലും എനിക്കങ്ങ് ജീവിച്ചു പോകുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ ഒഴുക്കിനൊപ്പം ഒഴുകുന്നവരായിരിക്കും. ഒഴുക്കിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അതെപ്പോഴും ഉയർന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും താഴ്വാരത്തിലേക്ക് കുത്തനെ പതിക്കുന്ന ഇടങ്ങളിലേക്കായിരിക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒഴുക്കിനൊപ്പം യാത്ര വളരെ സുഖമാണ്. കൂട്ടത്തിൽ അങ്ങ് പോകുവാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ അപകടം പിണയുമ്പോൾ വന്നു വീഴുന്ന ആപൽക്കരമായ അവസ്ഥ അത് വളരെ ദയനീയമായിരിക്കും. അതാണ് ഇന്നത്തെ സുവിശേഷവും നമ്മെ അറിയിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രായോഗിക ബുദ്ധി കൊണ്ട് വളരെ കുറച്ച് കാലഘട്ടം മാത്രമേ നമുക്ക് കടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ തമ്പുരാനോട് ചേർന്ന് നിന്ന് ആത്മീയതയുടെ കൽപ്പനകൾ, ദൈവത്തിന്റെ കൃപകൾ സ്വീകരിച്ച് ജീവിക്കുന്നവരാണോ ആജീവനാന്തം നിന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും, ആനന്ദമുണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമൊക്കെ സമാധാനത്തിലൂടെയും സന്തോഷത്തിലൂടെയും കൃപയിലൂടെയും കടന്നു പോകണമോ? ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നു, ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധി. മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല, ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ജീവിക്കുക
ജീവിക്കുന്നവർ കൃപയും സന്തോഷവും അനുഗ്രഹവും കണ്ടെത്തും എന്നുള്ള സൂചന ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമുക്ക് നൽകുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏകദൈവത്തിലുള്ള വിശ്വാസം ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവ് സർവശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവ് ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദൈവനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നൽകി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൗന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധീകരണമനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരും സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകനാമസ്കാരം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്നതും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നിമിഷം സമർപ്പിച്ച് അപേക്ഷിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തിനും വേണ്ടി ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുജന നന്മയ്ക്കായി യത്നിക്കുന്നവർക്കും വേണ്ടി ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇക്കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങറിയുന്നുവല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങയിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ജീവിതം
നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, ഈ ദിവ്യാർപ്പണം ഞങ്ങൾക്കിപ്പോഴും രക്ഷയുടെ അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ദിവ്യരഹസ്യത്താൽ അനുഷ്ഠിക്കുന്നത് അങ്ങേ ശക്തിയാൽ നിറവേറുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയം കർത്താവിങ്കലേക്ക് ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വരാ പരിശുദ്ധനാം ദൈവമേ, സർവശക്താ ജഗൽപൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എന്നും എന്നേരവും ഭക്തിയോടങ്ങേ നന്ദി ചൊല്ലാം. ആയുക്തവും രക്ഷയുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. മാനുഷ പാപങ്ങളെന്തി മരിച്ചനാഥ, പാവക മൃത്യുവെ പ്രഖ്യാപനം ചെയ്ത് മേവിടും ഈ ജനം ആത്മഭക്തിയാ തന്നുയർപ്പിക്കേലുറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടേ വരുന്നു മോക്ഷിക്കുന്നു.
നിൻവരവന്നിനെ പ്രത്യാശയോടിവർ എന്നു നീ മണ്ണിൽ പാർത്തിരിപ്പൂ. ആകയാലാമോദമായി പീനമരുവാ സ്വർഗീയ ഗായകർ മലാഗമാ ദിവ്യ പ്രതാപമാനങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിയിടുന്നു. ആദിവേഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മറിയും വിണ്ടലവും. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മറിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായി അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങേയമ്മാവൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകളങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വനങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീ
തീരുമാറാകട്ടെ. അവിടും ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ എല്ലാവരും ഇതു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്നു എന്റെ ശരീരമാകുന്നു. യേശുവേ, യേശുവേ, നീ മാത്രമേ അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ, യേശുവേ, നീ മാത്രമേ സഹായം. വിശ്വാസത്തിൻ മഹാരഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ
ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടും അത് സഭയങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടന സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടെ ആലപിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തെറ്റാതാം നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്നു വേണ്ടുന്നൊരാഹാരമെങ്കിലും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തിരക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ.
ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മേവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
നിന്നില്ലാതെ വച്ചു വിട്ടു ബലഹീനതകൾ ഞാനിട്ടിരുന്നു. കണ്ണുകളിൽ നിന്നിട്ടു വീഴും കണ്ണീരെല്ലാം ഞാനൊത്തി മാറ്റും. എന്റെ കുഞ്ഞെ കൊണ്ടുപോയി നീ എന്റെ സ്വന്തമല്ലേ. കണ്ണുനീരിൻ വേദനയിൽ ഞാൻ നിന്റെ ചാരത്തില്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ മേശയുടെ അപ്പത്താൽ പരിമോക്ഷിതനായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരരിൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ എന്നും പ്രചോദിപ്പിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുകയും ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. He